മിസ്റ്ററി ഡോംസ് അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. Saw this today, the planetarium show. It was very good. Particularly when we're looking at space and the dinosaurs, everyone was very engaged and enjoyed it a lot. Today we have a planetarium show. I watched it and it was really amazing. Hi guys, good morning. ഞങ്ങൾ ഇന്നൊരു പുതിയൊരു ഷോക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനുണ്ട്, ലിജോ ഉണ്ട്, അതുപോലെ അഞ്ചലുണ്ട്. ഞങ്ങൾ മൂന്നുപേരും കൂടി ഈ വണ്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മറ്റു ടീമുകളൊക്കെ ഓൾറെഡി പോയിട്ടുണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാളയിലെ തന്നെ ഒരു അടിപൊളി ഇൻ്റർനാഷണൽ സ്കൂളായിട്ടുള്ള ഡോക്ടർ രാജു ഡേവിസ് ഇൻ്റർനാഷണൽ സ്കൂളിലേക്കാണ്. ഇന്ന് നമ്മുടെ ഷോ അവിടെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരമാവധി 10 മീറ്റർ ഡൂം, 10 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 150 പേർക്ക് കയറാൻ പറ്റുന്ന വലിയ ഡൂം. ആ ഡൂമിൻ്റെ അകത്ത് നമുക്ക് പരമാവധി 100 വരെ കയറ്റുള്ളൂ. ആ ഡൂം, അതുപോലെ തന്നെ വേറെ 2 ചെറിയ ഡൂമുകൾ, 6.5 മീറ്ററുള്ള ചെറിയ ഡൂമുകളും കൂടി ഇട്ടിട്ടുള്ള ഷോയാണിത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്. മാത്രമല്ല നമ്മുടെ VR വെർച്വൽ റിയാലിറ്റി ഷോയും കൂടി നമ്മളവിടെ ചെയ്യുന്നുണ്ട്. ഏകദേശം 8ഓളം വെർച്വൽ റിയാലിറ്റി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡോക്ടർ രാജു ഡേവിസ് ഇൻ്റർനാഷണലിലെ നമ്മുടെ ഷോയാണ് കാണിക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ അതേ നമ്മൾ ഡോക്ടർ രാജു ഡേവിസ് ഇൻ്റർനാഷണൽ സ്കൂളിലെത്തി. അപ്പോൾ ഇതാണ് ഡോക്ടർ രാജു ഡേവിസ് ഇൻ്റർനാഷണൽ സ്കൂളിലെ ഓഡിറ്റോറിയം. വലിയൊരു ഓഡിറ്റോറിയമാണ്, ഒരു 3 നില കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ നടുക്ക് വരുന്ന ഒരു സ്പേസാണ് അവർ ഓഡിറ്റോറിയമായിട്ട് ഉപയോഗിക്കണം. വലിയൊരു ഫാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡൂമൊക്കെ വീർപ്പിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ചെറിയ ഡൂമിലേക്ക് നമ്മുടെ പിള്ളേര് തള്ളിക്കയറുന്ന ഒരു രംഗമാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ഇപ്പോൾ നമ്മുടെ വലിയ ഡൂമും വീർപ്പിച്ചു, പിള്ളേർ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഡൂമെല്ലാം റെഡിയായി. നമ്മുടെ വലിയ ഡൂമിലേക്കും പിള്ളേർ കയറി തുടങ്ങി. ആദ്യം ചെറിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെയാണ് കയറിയത്. അതിനുശേഷം വലിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ വന്നു. ഉള്ളിലേക്ക് കുട്ടികളൊക്കെ ഇരിക്കാനുള്ള പരിപാടിയിലാണ്. നമ്മുടെ ഓപ്പറേറ്റേഴ്സ് എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ടീച്ചർമാരോട് പറഞ്ഞു കൊടുത്തു. നമ്മൾ എല്ലാ കുട്ടികളെയും കിടത്തിയാണ് ഷോ കാണിച്ചത്. എല്ലാ കുട്ടികളും കിടന്നാണ് ഷോ കണ്ടത്. അതിനുശേഷം VR കാണുകയാണ് കുട്ടികൾ. ഇതാണ് VR. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ കയ്യിൽ 8 VRും 2 ഡൂമുമാണ് ഉള്ളത്. കണ്ടോ, 2 ഡൂം, ഒരു ഡൂം ഇവിടെ, ഒരു ഡൂം സ്റ്റേജിലാണ് വെച്ചേക്കണത്. പിള്ളേരുടെ തിരക്ക് കാണാം. ഏകദേശം നമ്മൾ ഈ ഒരു ഷോയിൽ, ആ സ്കൂളിൽ 1500ഓളം പിള്ളേരാണെങ്കിൽ നമ്മൾ ഈ ഷോയിൽ കാണിച്ചത് 1171 കുട്ടികളെയാണ് കാണിച്ചത്. കൂടാണ്ട് അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സിനെയും സ്റ്റാഫിനെയും നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഷോയും കാണിച്ചിട്ടുണ്ട്, VRും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ VR ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കണം. ഇതെനിക്ക് തോന്നുന്ന ഒരു റെക്കോർഡായിരിക്കും. 2171 കുട്ടികളെ 8 VR വെച്ചിട്ടാണ് നമ്മൾ ഷോ കാണിച്ചത്. ഏകദേശം 2 മിനിറ്റ് തുടങ്ങി 3 മിനിറ്റ് വരെ എല്ലാ കുട്ടികൾക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ മിടുക്കന്മാരായിട്ടുള്ള ചില കുട്ടികൾ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ ഭയങ്കര രസകരമായിരുന്നു കേട്ടോ. വലിയൊരു ഈവൻ്റ് ആയിട്ടാണ് നമ്മൾ ആ ഒരു ഷോനെ മാറ്റിയത്. കുട്ടികളൊക്കെ VR കാണാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. എന്ത് രസമായിട്ടാണ് കുട്ടികൾ VR കാണുന്നത്. ഇതുണ്ട്, ചെറിയ കുട്ടികളൊക്കെ VR വളരെ എൻജോയ് ചെയ്തിട്ടാണ് കാണുന്നത്. അവർ കയ്യൊക്കെ എടുത്തിട്ട് നോക്കുന്നതൊക്കെ കാണാം. 360 ഡിഗ്രിയാണ് നമ്മളെപ്പോഴും VR കാണുമ്പോൾ ഉള്ളത്. അവർക്ക് തല തിരിച്ചാൽ അവിടെയുള്ള കാഴ്ചകളൊക്കെ അവർക്ക് കാണാം. മുകളിൽ മറ്റു കുട്ടികളൊക്കെ ഈ ഷോ മുഴുവൻ വീക്ഷിക്കുന്നത് കാണാം. അതായത് ആദ്യം ചെറിയ ക്ലാസ്സിലെ കുട്ടികളാണ് നമുക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ വന്നത്. രണ്ടാമത്തെ ദിവസങ്ങളിലാണ് മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾ വന്നത്. അപ്പോൾ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾ മുകളിൽ നിന്ന് വീക്ഷിക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. ചെറിയ കുട്ടികളൊക്കെ വളരെ രസകരമായിട്ടാണ് എൻജോയ് ചെയ്തത്. കണ്ട എന്ത് രസമായിട്ടാണ് കുട്ടികൾ ആ VR കാണുന്നത് നോക്കി. എല്ലാ കുട്ടികളെയും നമ്മൾ VR കാണിച്ചു. നമ്മുടെ ഓപ്പറേറ്റേഴ്സ് അത്രയും രസകരമായിട്ടാണ് VR അവർക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചെയർമാനായ ഡോക്ടർ രാജു ഡേവിസ് അദ്ദേഹം നമ്മുടെ ഷോ കാണാൻ എത്തിയിരുന്നു. അദ്ദേഹം VR കാണുന്ന കുട്ടികളെയൊക്കെ VR കാണുന്നതൊക്കെ വീക്ഷിക്കുകയാണ്. അദ്ദേഹം ഡൂമിൽ കയറി അല്പനേരം ഷോ കണ്ടു. അതിനുശേഷം പുറത്തോട്ട് ഇറങ്ങിയിട്ടാണ് നമ്മുടെ VR വെക്കുന്ന കുട്ടികളെയൊക്കെ കണ്ടത്. അതിനുശേഷം കുഞ്ഞു കുട്ടികളെയൊക്കെ കണ്ട കിൻഡർ ഗാർഡൻ കുട്ടികളെയൊക്കെ അദ്ദേഹം പോയി സംസാരിച്ചു. UKG LKG കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ പോയി സംസാരിച്ചു. അവരോടൊക്കെ ഷോ എൻജോയ് ചെയ്യാൻ പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് പോകുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് നമുക്ക് കേൾക്കാം. എങ്ങനെയാണ് നമ്മുടെ VR അദ്ദേഹം എൻജോയ് ചെയ്തതെന്ന് നമുക്ക് കേൾക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഡോക്ടർ രാജു ഡേവിസ് വരേപ്പാടൻ, മാളയിലെ ഡോക്ടർ രാജു ഡേവിസ് ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ചെയർമാനാണ്. ഞാൻ ആദ്യം തന്നെ
മിസ്റ്ററി ഡോംസ് അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവരുടെ ഒരു സ്പേസ് ഷോ ഇവിടെ നടത്തിയിരുന്നു. അത് ഇവിടുത്തെ 2100 കുട്ടികൾ, ഇവിടെ 2500 കൂടുതൽ കുട്ടികളുണ്ടായി, 2100 കുട്ടികളും അത് കണ്ട് അത് വളരെ നന്നായിരുന്നു. എനിക്ക് എൻ്റെ ഓഫീസിൽ കാലത്തിരിക്കുമ്പോൾ, ഞാൻ വൈകുന്നേരം കണ്ടേ, പക്ഷേ ഉച്ചയ്ക്ക് കാലത്ത് ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ 4th ഫ്ലോറിൻ്റെ മുകളിലുള്ള ഓഫീസിലിരിക്കുമ്പോൾ തന്നെ കുട്ടികളുടെ ആരവം എനിക്ക് കേൾക്കായിരുന്നു. സന്തോഷമുണ്ട്, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ആരവം എനിക്ക് കേൾക്കായിരുന്നു. അത്ര നന്നായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. പിന്നെ അവർ അതാത് ഏജിലുള്ള കുട്ടികൾക്ക് അനുസൃതമായിട്ടാണ് അവരത് കാണിച്ചിരുന്നത്. ആനിമേറ്റഡ് ഷോസ്, സോളാർ സിസ്റ്റം എന്നിവയാണ് പ്രധാനമായിട്ടും അവരത് കാണിച്ചിരുന്നത്. അത് ചെറിയ പിള്ളേർക്കാണെങ്കിൽ എക്സോ പ്ലാനറ്റ്, ഗാലക്സി, യൂണിവേഴ്സ്, ഡൈനോസറിൻ്റെ ഇത് എല്ലാം നല്ല 3D ഒരു എക്സൈറ്റ്മെൻറ്റാണ്. 3Dയിലാണ് അത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഞാൻ ഇടയ്ക്ക് ചെല്ലുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ കിടന്ന് കാണുകയാണ്. അതായത് ഗാലക്സിയിലെ കാര്യം ലോകത്തിനകത്ത് ഇങ്ങനെ കിടന്ന് കാണുകയാണ്. അത്ര മനോഹരമായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ VR ഷോ ഉണ്ടായിരുന്നു കുട്ടികൾക്ക്, വെർച്വൽ റിയാലിറ്റി ഷോ അതിൻ്റെ കൂടെ അവർ കാണിച്ചിരുന്നു. വലിയ കുട്ടികൾക്കാണെങ്കിൽ അവരുടെ അനുസരിച്ചുള്ള കളക്ഷൻ ഓഫ് ബ്ലാക്ക് ഹോൾ, പിന്നെ ടൈം ലാപ്സ് ഓഫ് അങ്ങനെ അതൊക്കെ ആണ് വലിയ കുട്ടികളെ കാണിച്ചിരുന്നത്. എല്ലാം ഒരു 3D എഫക്റ്റിലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. കുറേ പഠിക്കാനുണ്ടായിരുന്നു, കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കാനുണ്ടായിരുന്നു. അവർ പഠിച്ച കാര്യങ്ങൾ അവർക്ക് നേരിട്ട് കാണാൻ പറ്റി. മാത്രമല്ല വളരെ ഒരു എൻജോയിങ് ഇതിലായിരുന്നു, മൂഡിലായിരുന്നു അത് കണ്ടുകൊണ്ടിരുന്നത്. വളരെ നന്നായിരുന്നു. ഐ വൺസ് അഗൈൻ കൺഗ്രാജുലേറ്റ് ദ മിസ്റ്ററി ഡോംസ്. താങ്ക് യു. രണ്ടാമത്തെ ദിവസമാണ് നമ്മളിപ്പോൾ ഈ ഷോ കാണുന്നത്. രണ്ടാമത്തെ ദിവസം കുട്ടികൾ ക്യൂ ആയിട്ട് ഇരിക്കുന്നൊരു കാഴ്ചയാണ്. അവിടെ സെൽഫി പോയിന്റിൽ സെൽഫി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുണ്ട്, നിരന്ന് നിന്നിട്ട് ഇപ്പോൾ സ്റ്റാഫും കുട്ടികളൊക്കെ നിരന്ന് നിന്നിട്ട് VR കാണുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കി, രണ്ടാമത്തെ ദിവസം ഷോ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. അതിനുശേഷം കുട്ടികൾക്ക് നമ്മൾ കൊടുത്തു തുടങ്ങി. കുട്ടികളൊക്കെ VR ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് പറയുന്നത്. അവർ ഭയങ്കര എക്സൈറ്റിംഗ് മൂഡിലാണ് കുട്ടികൾ VR കാണുന്നത്. ഇത് മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. കുട്ടികൾ ഇരിക്കുന്നതും അതുപോലെ തന്നെ VR ഷോ ഈ ഒരു ഭാഗത്ത് നടക്കുന്നതൊക്കെ കാണാം. ഇത് സെൽഫി പോയിന്റിൽ ഫോട്ടോ എടുക്കുകയാണ്. എല്ലാ കുട്ടികളെയും ടീച്ചർമാർ സെൽഫി പോയിന്റിൽ ഫോട്ടോ എടുക്കുന്ന ഒരു കാഴ്ച. ഈവൻ ടീച്ചർമാർ വരെ വന്ന് സെൽഫി പോയിന്റിൽ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഇതൊരു ആസ്ട്രോണറ്റിൻ്റെ ഒരു ഫോട്ടോ ആണ്, ഒരു സെൽഫി പോയിന്റ് ആണ്. അവിടെയാണ് ടീച്ചർമാരൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളും ഫോട്ടോ എടുത്തു. കണ്ടാ എന്ത് രസകരമായിട്ടാണ് ആ ഒരു ഈവൻറ്റ് നടക്കുന്നത് നോക്കിയ പിള്ളേരൊക്കെ, ആ കുട്ടികളൊക്കെ ഇരുന്നിട്ട് VR കാണുന്നൊരു കാഴ്ച. അതുപോലെ ഒരു സ്ഥലത്തേക്കൂടി ഡൂമിൻ്റെ ഒരു ഷോ. അപ്പോൾ നമ്മുടെ ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ച് ആദ്യം ഡോമിൽ നമ്മുടെ പ്ലാനറ്റോറിയം ഷോ കണ്ട് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളാണ് ഈ ഒരു ഭാഗത്ത് വന്നിരുന്ന് VR കാണുന്നത്. ഈ കുട്ടികളെല്ലാവരും ഡോമിൽ കയറാൻ വേണ്ടി ഇരിക്കുന്ന കുട്ടികളാണ്. ഈ ഒരു ഭാഗത്ത് ഇരിക്കുന്ന കുട്ടികളൊക്കെ ഡോമിൽ കയറാൻ വേണ്ടി ഇരിക്കുന്ന കുട്ടികളും ഇപ്പുറത്ത് നിൽക്കുന്ന കുട്ടികളൊക്കെ VR കാണാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികളുമാണ്. ഇതിനിടയിൽ നമ്മൾ ഒരു സെൽഫി പോയിന്റ് വെച്ചേക്കണത് കൊണ്ട് തന്നെ കുട്ടികൾ കുറേ ആൾക്കാർ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തേക്ക് പോയി. ഈ കുട്ടികൾ ഡോമിൽ നിന്ന് ഷോ കഴിഞ്ഞ് ഇറങ്ങി വരികയാണ്. അടുത്തതായിട്ട് അവർ കാണുന്നത് VR ആണ്. അതിനുശേഷം സെൽഫി പോയിന്റിൽ സെൽഫിയും കൂടി എടുത്തതിന് ശേഷമാണ് അവർ ക്ലാസ് റൂമിലേക്ക് പോവുക. അതുപോലെ തന്നെ ഇവിടെ ഫോറിൻ ടീച്ചേഴ്സ് ഉണ്ട്. രാജു ഡേവിസ് ഇൻ്റർനാഷണലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗോവയിൽ നിന്നും രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ടീച്ചേഴ്സും അതുപോലെ തന്നെ UK നിന്നുള്ള വരെയുള്ള ടീച്ചേഴ്സും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ 2 ടീച്ചർമാർ നമുക്ക് ഔദ്യോഗികമായിട്ട് അവരുടെ ഒരു ഇൻ്റർവ്യൂ തന്നിരുന്നു. നമുക്കതും കൂടി ഒന്ന് കാണാം. അവരുടെ ഒരു റിവ്യൂ നമുക്ക് കാണാം. എങ്ങനെയാണ് അവർ ആ ഷോനെ പറ്റി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. I'm a teacher for Raju Davis School and I'm from the UK. I saw this today, the planetarium show. It was very good and all the kids really enjoyed it. I watched it with the kids. They loved seeing the dinosaur, they loved seeing the planets, and yeah, it was really amazing. Okay, so my name's Harry. I've just seen the planetarium show. We're here at Raju Davis School and it was great to see how excited all the children were about it. Particularly when we're looking at space and the dinosaurs, everyone was very engaged and enjoyed it a lot. So, very good show, highly recommend.
കേട്ടോ, കുട്ടികളൊക്കെ കിടന്ന് ഷോ കാണുന്നൊരു കാഴ്ച. വലിയ കുട്ടികളായാലും ചെറിയ കുട്ടികളായാലും എല്ലാവരും കിടന്നാണ് ഷോ കാണുന്നത്. നമ്മൾ പല ഡൂമുകളിലും ചെന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളെയൊക്കെ ഇരുത്തിയാണ് ഷോ കാണിക്കുക. പക്ഷേ ഇവിടെ കണ്ട കുട്ടികൾ കിടന്ന് വളരെ രസകരമായിട്ട് വളരെ എൻജോയ്മെൻ്റ് ആയിട്ടാണ് അവർ ആ ഷോ കണ്ടത്. നമ്മുടെ ഈ 10 മീറ്റർ ഡൂമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 150ഓളം ആൾക്കാരെ അല്ലെ 150ഓളം സ്റ്റുഡൻസിനെ നമുക്കതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിനനുസരിച്ചിട്ടുള്ള ക്ലാരിറ്റി ഉണ്ട്, അതിനനുസരിച്ചിട്ടുള്ള സൗണ്ട് സിസ്റ്റം ഉണ്ട്. പക്ഷേ നമ്മൾ 150 പേരെ കയറ്റാറില്ല, 100 പേരെയൊക്കെയാണ് കയറ്റുക. മാത്രമല്ല നമ്മൾ AC ഫിറ്റ് ചെയ്യാറുണ്ട്. ACയും കൂടി വരുന്നതോടുകൂടി കുട്ടികൾക്ക് തണുപ്പത്ത് വളരെ രസകരമായിട്ട് ശരിക്കും ഒരു മൂവി തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന അതേ ഫീലോടുകൂടി അവരുടെ സ്കൂളിൽ അവരുടെ സെക്യൂർ ആയിട്ടുള്ള എൻവയറമെൻറ്റിൽ അവരുടെ ടീച്ചേഴ്സിൻ്റെ തണലിൽ അവർക്ക് ഷോ കാണാം എന്നുള്ളതാണ് നമ്മുടെ പ്ലാനറ്റോറിയം ഷോയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മൾ വിദ്യാലയത്തിൽ നിന്നും പുറത്തേക്ക് തിയേറ്ററിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അവരെ അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണം. ബസ്സിൽ അവരെ കൊണ്ടുപോകണം. അതുപോലെ ടീച്ചേഴ്സ് അവരെ നോക്കണം. പിന്നെ കുട്ടികൾ വികൃതി കാണിച്ചാലും പ്രശ്നമാണ്. അല്ലെങ്കിൽ ടീച്ചേഴ്സ് കുട്ടികളെ അത്രയും കെയർഫുള്ളായിട്ട് നോക്കണം. അപ്പോൾ പുറത്തേക്ക് കുട്ടികളെ ഷോ കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ അത്രത്തോളം റിസ്ക് ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഇത്തരത്തിലുള്ള സൗകര്യം സ്കൂളിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. സ്കൂളിൻ്റെ 4 ചുവരുകൾക്കുള്ളിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പുറത്തെങ്ങും പോകാണ്ട് അവരുടെ ക്ലാസ് റൂമിൽ തന്നെ ഇരുന്ന് ഇത് എൻജോയ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൂമിലൊക്കെ 45 തുടങ്ങി 70, വലിയ ഡൂമിലാണെങ്കിൽ 100 തുടങ്ങി 150 പിള്ളേരെയാണ് ഉൾക്കൊള്ളാൻ സാധിക്കുക. അപ്പോൾ അത്രയും പിള്ളേർക്ക് മാത്രമാണ് ഷോ നടക്കുള്ളൂ. ബാക്കിയുള്ള പിള്ളേരൊക്കെ ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുകയായിരിക്കും. ഡോക്ടർ രാജു ഡേവിസ് ഇൻ്റർനാഷണലി അദ്ദേഹം അതൊരു ഈവൻ്റായിട്ടാണ് സംഘടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് 9, 10, 11, 12 ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമേ ക്ലാസ്സൊക്കെ നടന്നുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾക്ക് ഈ പറഞ്ഞതുപോലെ VR ഷോയും അവർക്ക് ഇത്തരത്തിലുള്ള സ്പേസ് ഷോയൊക്കെയാണ് സംഘടിപ്പിച്ചത്. പിന്നെ ക്ലാസ്സുകളൊക്കെ വേറെ റെഗുലറായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അതുപോലെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. കുട്ടികളൊക്കെ വളരെ രസകരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു കാഴ്ച. VR ഷോ അവർക്ക് കാണാൻ പറ്റുന്ന ഒരു ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എല്ലാ കുട്ടികളുടെയും വീട്ടിൽ ചിലപ്പോൾ VR ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള VR ഷോകളൊക്കെ അവർക്ക് കിട്ടുമ്പോൾ അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. കണ്ട കുട്ടികളൊക്കെ താഴത്തോട്ടും മേലോട്ടൊക്കെ നോക്കുന്നത് കാണാം. 360 ഡിഗ്രിയാണ് എപ്പോഴും VR ഷോ നടക്കുന്നത്. നമ്മളിതിനകത്ത് മെയിനായിട്ട് 4-5 ഷോകളാണ് കാണിച്ചത്. ഒന്ന് അണ്ടർ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോ ഉണ്ടായിരുന്നു. നമുക്ക് ശരിക്കും VR വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിലൂടെ പോകുന്ന അതേ ഫീലാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഷാർക്കും അതുപോലെ വലിയ തിമ്മിങ്കലവും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി പോകുന്നതും വലിയൊരു പാമ്പ് കൊത്താൻ വരുന്നതുമായിട്ടുള്ള സീനൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അതൊരു മൂവിയാണ്. രണ്ടാമത്തെ ഒരു മൂവി ഡൈനോസറിൻ്റെ ഒരു മൂവിയായിരുന്നു. ഡൈനോസർ എങ്ങനെയാണ് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായത് എന്നുള്ളത് ആ ഒരു വീഡിയോയിൽ വളരെ രസകരമായിട്ട് കാണിക്കുന്നുണ്ട്. ഡൈനോസറിൻ്റെ അടുത്തുകൂടെയൊക്കെ പോകാനായിട്ടും അതുപോലെ ഒരു അസ്ട്രോയിഡ് വന്നിട്ട് ഭൂമിയിൽ പതിക്കുന്ന കാഴ്ചയും അതുപോലെ തീ പടരുന്ന കാഴ്ചയും ഒക്കെ ലാവ പടരുന്ന കാഴ്ചയും ഒക്കെ നമുക്ക് ഈ ഒരു VR ഷോയിൽ കാണാം. മൂന്നാമതായിട്ട് നമ്മൾ കാണിച്ചത് ഒരു റോളർ കോസ്റ്ററിൻ്റെ ഒരു മൂവിയായിരുന്നു. വളരെ അഡ്വഞ്ചറസ് ആയിട്ടൊരു റോളർ കോസ്റ്ററിൽ നമ്മൾ യാത്ര ചെയ്യുന്ന അതേ ഫീലാണ് നമുക്ക് കിട്ടുക. ഈ കുട്ടി കിടന്ന് കാണിക്കുന്നത് കണ്ടാൽ നമുക്ക് അത്രയും പെട്ടെന്ന് മനസ്സിലാവും. ആ കുട്ടി കൈയെടുക്കുന്നതും അതുപോലെ ചിരിക്കുന്നതും അതുപോലെ എക്സൈറ്റഡ് ആവുന്നതൊക്കെ അവരുടെ മുഖത്തു നിന്നും അവരുടെ ഭാവങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ആ കുട്ടി പറയുന്നത് സൂപ്പറാണ്, വളരെയധികം എൻജോയ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ആ കുട്ടി പറയുന്നത്. അത്തരത്തിൽ അടിപൊളി ഷോയായിരുന്നു നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും നേരത്തെ ഡോക്ടർ രാജു ഡേവിസ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം വളരെയധികം വളരെയധികം അദ്ദേഹത്തിൻ്റെ സ്കൂളിലെ കുട്ടികൾ വളരെയധികം എൻജോയ് ചെയ്ത ഒരു ഷോയാണ്, ഒരു മെമ്മറബിൾ ഷോയാണ്. ഒരിക്കലും അവിടുത്തെ കുട്ടികൾ മറക്കാൻ സാധ്യതയില്ല ഈ ഒരു VR ഷോ. അത്രത്തോളം വലിയൊരു ഈവൻ്റായിട്ടാണ് നമ്മൾ ഈ ഒരു ഷോ കണ്ടക്ട് ചെയ്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ രാജു ഡേവിസ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പോയിൻ്റ് തന്നെയാണ്, വലിയൊരു ലൊക്കേഷൻ തന്നെയാണ്. മാളയിലെ ഒരു വലിയൊരു സ്കൂളാണ്. ഏകദേശം 15 വർഷങ്ങൾ കൊണ്ട് ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്കൂളായിട്ട് മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമ്പയിൻ തന്നെ ഊട്ടിയിൽ എന്തിന് പോയി പഠിക്കണം, ഡോക്ടർ രാജു ഡേവിസ് ഇൻ്റർനാഷണൽ സ്കൂൾ മാളയിലുള്ളപ്പോൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തികച്ചും കറക്റ്റ് തന്നെയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം അത്രത്തോളം വ്യക്തിത്വ വികാസങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സ്കൂൾ തന്നെയാണ് ഡോക്ടർ രാജു ഡേവിസ് ഇൻ്റർനാഷണൽ സ്കൂൾ. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പല കോണുകളിൽ നിന്നുള്ള അധ്യാപകർ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്.
മാത്രമല്ല രാജ്യത്തിന് പുറത്ത് UK-യിൽ നിന്നും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഫോറിൻ ടീച്ചേഴ്സ് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഫോറിൻ ആൾക്കാരുമായിട്ട് സംസാരിക്കാനായിട്ട് ഇവിടുത്തെ കുട്ടികൾക്ക് കിട്ടുന്ന അസുലഭമായ അവസരമുണ്ട്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു +2-നൊക്കെ ശേഷമാണ് ഞാനൊരു ഫോറിനറായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ പല സ്കൂളുകളിലായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നില്ല ഫോറിനേഴ്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ട്യൂട്ടേഴ്സായിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ എല്ലാ സ്കൂളുകളിലും ഉണ്ടെന്ന്. പക്ഷേ ഡോക്ടർ രാജു ഡേവിസ് ഇൻ്റർനാഷണലിൽ അവിടുത്തെ ചെറിയ കുട്ടി LKG കുട്ടി തുടങ്ങി +2 വരെയുള്ള കുട്ടികൾക്ക് ഏത് സമയത്തും അവിടുത്തെ ഫോറിൻ ടീച്ചേഴ്സിനോടൊക്കെ സംസാരിക്കാനും അവരോട് ഇഴുകിച്ചേരാനുമുള്ള അവസരമുണ്ട്. അത്തരത്തിൽ സംസാരിക്കുന്നതിലൂടെ അവൻ്റെ ലാംഗ്വേജും അതുപോലെ തന്നെ അവൻ്റെ ആ ധൈര്യം മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒക്കെ ഡെവലപ്പ് ആവുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നാളെ വേറെ എവിടെയെങ്കിലും വെച്ചൊരു ഫോറിനറെ കണ്ടാലും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ച് വിദേശ രാജ്യത്തുള്ള ഒരു വനിതയോ അല്ലെങ്കിൽ ഒരു പുരുഷനെയോ കണ്ടാലും യാതൊരു സങ്കോചവും കൂടാണ്ട് സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഈ ഇത്തരത്തിലുള്ള സ്കൂളുകൾ, എസ്പെഷ്യലി ഡോക്ടർ രാജു ഡേവിസ് ഇൻ്റർനാഷണൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അത് ഞങ്ങൾ ശരിക്കും അവിടെ എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഞങ്ങൾ ഈ 2 ദിവസം അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഈ ഫോറിൻ ടീച്ചേഴ്സ് നമ്മുടെ ഷോ വന്ന് കാണുകയും അവർ നമ്മളോട് അവരുടെ റിവ്യൂ പറയുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ വീണ്ടും നമ്മുടെ ഷോയിലേക്ക് തിരിച്ചു വരികയാണ്. കുട്ടികൾ വളരെയധികം എൻജോയ് ചെയ്ത് ഷോ കാണുന്ന ഒരു കാഴ്ച. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2171 കുട്ടികളെയാണ് നമ്മൾ ഈ ഒരു ഷോയിൽ കാണിച്ചത്. മാത്രമല്ല അവിടുത്തെ സ്റ്റാഫുകളെയും അവിടുത്തെ എല്ലാ സ്റ്റാഫുകളെയും നമ്മൾ വീഡിയോ കാണിച്ചു. VR ഷോ കാണിക്കാൻ പറ്റുന്ന അത്രയും സ്റ്റാഫുകളെ കാണിച്ചിട്ടുണ്ട്, ടീച്ചേഴ്സിനെയും കാണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വളരെ നല്ലൊരു അഭിപ്രായമായിരുന്നു. ശരിക്കും ഇത്തരത്തിലുള്ള നല്ല നല്ല ഈവൻറ്റുകൾ നമുക്ക് സ്കൂളുകളിൽ സംഘടിപ്പിക്കാൻ സാധിക്കും. വലിയ സ്കൂളുകളിലൊക്കെ ഇത്തരത്തിലുള്ള 2 ഡൂമുകളോ 3 ഡൂമുകളോ ഇട്ടിട്ട് കൂടാണ്ട് നമ്മുടെ VR കൂടി കൊടുത്തിട്ട് നമ്മുടെ സെൽഫി പോയിൻറ്റും കൂടി കൊടുത്തിട്ടൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള അടിപൊളി പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ സാധിക്കും. സ്കൂളിൻ്റെയൊക്കെ ചരിത്രത്തിൽ വലിയൊരു മെമ്മറബിൾ ആകാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള പരിപാടികൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് അല്ലെങ്കിൽ നടപ്പിലാക്കാതിരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അധ്യാപകരും PTA-യും ഇത് നടത്തണം എന്നുള്ളൊരു ഡിസിഷൻ എടുത്താൽ അത് വലിയൊരു തീരുമാനമായിരിക്കും. കുട്ടികൾക്ക് അവരുടെ പഠനകാലത്ത് കൊടുക്കാൻ പറ്റിയ വലിയൊരു ഗിഫ്റ്റായിരിക്കും ചെറിയൊരു എമൗണ്ടിൽ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ഷോ സംഘടിപ്പിക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സ്കൂളുകളിലും ഇത്തരത്തിലുള്ള ഷോകൾ സംഘടിപ്പിക്കാൻ ഞങ്ങളെ വിളിക്കുക. ഞങ്ങളുടെ നമ്പർ താഴെ കൊടുത്തിരിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് ബന്ധപ്പെടാം. കേരളത്തിനകത്തും പുറത്തും അതുപോലെ തന്നെ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഷോകൾ സംഘടിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.